എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, റേഞ്ചിൽ കുറേ നേരം പിടിച്ചിരുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കുറച്ച് നേരം പിടിച്ചിരുന്നു. പക്ഷേങ്കിൽ അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ ഇറങ്ങിപ്പോന്നു മാർക്കറ്റ്. ഇവിടെ നോക്കിയാൽ കാണും, ഇത് നല്ലൊരു ആദ്യം ഒരു ഹൈ അടിച്ചതിന് ശേഷം ഈ ലെവലാണ്. അത് ഒരു നല്ലൊരു ഒരു മിനിറ്റ്, ഈ ലെവൽ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് ഫോം ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നാളെ ഈ ലെവൽ വരത്തില്ല. നാളെ ഈ ഹൈ ലെവൽ വരാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നോക്കുക, ചിലപ്പോൾ ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും മാർക്കറ്റ് വരുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ നമ്മൾ CPR ലെവൽ വെച്ച് നോക്കുമായിരുന്നെങ്കിൽ നമുക്ക് R1 അവിടെ നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുത്താൽ, ഈ റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താൽ ഇവിടെ എൻട്രി എടുത്ത് ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് പിന്നെ റേഞ്ച് വന്നിട്ടേ ഇല്ല. പക്ഷേങ്കിൽ പ്രീമിയം ഈറ്റിംഗ് പരിപാടി ഇതിനകത്ത് ഉണ്ട്. നിറയെ പ്രാവശ്യം സൈഡ് വേസ് മൂവ്മെൻറ്റ് നടത്തിയതുകൊണ്ട് നമ്മൾ എൻട്രി കറക്റ്റ് ടൈമിൽ എടുത്തില്ല, നമ്മൾ എക്സിറ്റ് ആയിട്ടെങ്കിൽ നമ്മൾ പ്രീമിയം മുഴുവനും പോവും, DK ആയി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും എനിക്ക് തോന്നുന്നു നാളെ 2 ദിവസത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു താഴെ പോകുന്നത് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ പൊസിഷൻ എടുത്ത് വെക്കാനും ഒക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 23 ഷെയറായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. ഈ 23 ഷെയറിൽ 12 ഷെയർ പ്രീവിയസ് ഡേ ഹൈയോ R1 R2 R3 റേഞ്ച് നമുക്ക് നല്ല രീതിയിൽ ഇത് തന്നു, ചാൻസുകൾ തന്നു, ഇഷ്ടംപോലെ ചാൻസ് ഉണ്ട് നമുക്ക് തന്നു. പിന്നെ ഈ പ്രീവിയസ് ഡേ ഹൈ വരാത്ത ഷെയറുകൾ ഈ ആവറേജ് റേഞ്ച് നോക്കി ചെയ്യുന്നവർക്കാണെങ്കിൽ അതിലും കൂടുതൽ 13 ഞാൻ ആദ്യം പറഞ്ഞ ലെവലിൽ തന്നു. ബാക്കി പിന്നെയും കുറേ ഷെയറുകൾ നമുക്ക് ഇത് ബാക്കി ഈ ലെവൽ വരാത്ത ഷെയറുകൾ എന്തെന്നറിയാമോ, പ്രീവിയസ് ഡേ ഹൈ വരാതെ തന്നെ ഇറങ്ങിപ്പോകും. അതിൽ ചില ഷെയറുകൾ ആവറേജ് വന്നിട്ട് ഇറങ്ങിപ്പോകും. ഇപ്പം 5 സ്റ്റാർ ഇതൊക്കെ ആവറേജ് വന്നിട്ട് ഇറങ്ങിപ്പോയ ഷെയറുകളാണ്. ഇവിടെ 823 ആവറേജ് കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. 4-5 ഷെയർ കാണിച്ചു തരാം. 5 സ്റ്റാർ ഇതുണ്ടല്ലേ, ഈ ക്യാൻഡലിൻ്റെ ഹൈ നോക്കിയാൽ മതി. ഈ ക്യാൻഡലിൻ്റെ ഹൈ ഇതിൻ്റെ ഇവിടോട്ട് നോക്കിയാൽ മതി. ഈ റേഞ്ച് ഹൈ എഴുതി വെച്ചേക്കുന്നതാണ് 822.75. അവിടെ വന്നിട്ട് അത് ഇവിടെ വരെ പോയി 806 ആ റേഞ്ചിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അധികം ഇറങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് എൻട്രി എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റാണ് ഇവിടെ. പിന്നെ നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിൽ അതുപോലെ മറ്റു ഷെയറിനകത്തും ഈ ആവറേജിൽ നിന്ന് പോലും താഴെ പോയിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈ അടിക്കാതെ തന്നെ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ മാറുന്നൊക്കെ വന്നത് 12 ഷെയർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഷെയർ നമുക്ക് നോക്കാം. KCP എന്ന് പറയുന്ന ഷെയർ കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ തന്നെ വൺ സൈഡ് കയറി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചു, R2 അടിച്ചു, R3 പോയില്ല, തിരിച്ചിറങ്ങി. ഇവിടെ എൻട്രി നമ്മൾ 271 റേഞ്ചിൽ എൻട്രി എടുത്താലും നമുക്ക് ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ 250, അതായത് 20 രൂപ. ഇത്രയും ചെറിയ ഷെയറിനകത്ത് 20 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 8% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അത് കയറിയിട്ടേ ഇല്ല ഷെയർ. അതിന് ശേഷം നമുക്ക് അസാൽ CBR എന്ന് പറയുന്ന ഷെയർ, അസോസിയേറ്റ് ആൽക്കഹോൾ കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയി ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്താൽ നമുക്ക് ഇതെത്ര 673 നമ്മൾ എൻട്രി എടുത്താൽ ഈ ക്യാൻഡിലേക്ക് കണ്ടോ 661 വരെ വരും. നല്ലൊരു പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തിരിച്ച് വീണ്ടും കയറി വന്ന് ജസ്റ്റ് ഒന്ന് ഹൈ അടിച്ചു, ഒരു 3 രൂപ മുകളിലോട്ട് ഹൈ അടിച്ചു, തിരിച്ച് വീണ്ടും ഇറങ്ങി പോകുന്നു. അപ്പം നമ്മൾ ഇവിടെ രണ്ടാമത് ഹൈ അടിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ അത് കയറിപ്പോണം, മുകളിലോട്ട് കയറിപ്പോയില്ല, തിരിച്ച് വീണ്ടും ഇറങ്ങിയാൽ നമ്മൾ കണ്ണും പൊട്ടി സെല്ല് ചെയ്യും അവിടെ. ഇങ്ങനെ രണ്ടാം പ്രാവശ്യം ചെറിയൊരു ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് 673 വീണ്ടും നമ്മളൊരു എൻട്രി എടുത്താൽ
ഇവിടെ 10 രൂപയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും 5 മിനിറ്റ് കൊണ്ട് തന്നെ. അഥവാ ബുക്ക് ചെയ്യാത്തവർക്കാണെങ്കിൽ ഇവിടെ ഒരു 3 രൂപ പോകും. 10 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തവർ ഇവിടെ 3 രൂപ പോയാൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ പോകുന്നുണ്ടോ, ഈ ലെവലിന് മുകളിൽ പോകുന്നുണ്ടോ, പോയില്ല, തിരിച്ച് വീണ്ടും ഇവിടോട്ട് തിരിച്ചിറങ്ങുമ്പോൾ അന്നേരം എൻട്രി ചെയ്തേക്കണം. 673 വീണ്ടും എൻട്രി ചെയ്ത് നമ്മൾ ഓൾറെഡി 3 രൂപ ലോസ് ബുക്ക് ചെയ്തു. പക്ഷെങ്കിൽ അതിന് ശേഷം അത് നോക്കിയേ 655 ഇവിടെ 3 രൂപ ബുക്ക് ചെയ്താൽ തന്നെ ഇവിടെ 73 എടുത്താൽ ഇവിടെ 18 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് വരെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണെങ്കിൽ 637 എന്ന് പറയുമ്പം ഏകദേശം 36 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വെറും 3 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പോകുന്നു. ഇത് പോകത്തില്ല, നോർമൽ 10 രൂപ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, അതിനുശേഷം വേറൊരു ഷെയർ ഹെറിറ്റേജ് ഫുഡ് സൂപ്പർ മൂവ്മെൻ്റ് ആയിരുന്നു. ഇത് അപ്പർ സർക്യൂട്ട് അടിച്ചു. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ വെച്ചെടുക്കും. ഇവിടെ വെച്ച് റിസ്ക് എടുക്കേണ്ടവർക്ക് ഈ ഒരു സെല്ലിങ് ഇവിടെ വോളിയത്തിൽ വരുവാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞാൻ ഈ റേഞ്ചിൽ നിന്ന് എടുത്തു. പക്ഷേങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി വെച്ച് ചെയ്യുന്ന ആൾക്കാർ ഈ റേഞ്ചിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ റേഞ്ചിൽ എടുത്തായിരുന്നെങ്കിൽ 696 എടുത്ത 5 മിനിറ്റ് കൊണ്ട് 654, അതായത് 40 രൂപ പ്രോഫിറ്റ് വെറും 5 മിനിറ്റ് കൊണ്ട്. പിന്നെ അത് കയറി ഈ റേഞ്ചിൽ തന്നെ നിൽക്കുമായിരുന്നു. പിന്നെ ഇവിടെ അധികം മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. നാളെ ചിലപ്പോൾ ഈ ഷെയറിനകത്ത് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. താഴോട്ട് നോക്കുക അത്. പിന്നെ നമുക്ക് ചാൻസ് തന്ന ഷെയർ അശോക ബിൽഡിക്കോൺ എന്ന് പറയുന്ന ഷെയർ. ഫസ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ഇത് നമ്മൾ ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടം വരെ അടിച്ച് 229.85. നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ 226 ലെവലിൽ 226, 27 ലെവലിൽ എൻട്രി എടുത്താൽ നമുക്ക് 217, 216 രൂപ, അതായത് 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം ജി ഷിപ്പിംഗ് ഓപ്പണിംഗ് ചാൻസ് ആയിരുന്നില്ല. അതിന് ശേഷം പോയിട്ട് ഏകദേശം മാർക്കറ്റ് ഉച്ച കഴിയുമ്പോഴത്തേനാണ് എത്ര 11:45 ആ സമയമാകുമ്പോഴാണ് നമുക്ക് ചാൻസ് ആയിരുന്നത്. ഇവിടെ ഒരു 1209 ഹൈ അടിച്ചു. ഇവിടെ കട്ട് ചെയ്ത് നമ്മളിവിടെ എൻട്രി എടുത്തു. 1197 എൻട്രി എടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇടുന്ന ഇച്ചിരി നല്ലത്. അഥവാ തിരിച്ചൊന്ന് കയറി വന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതേ ടച്ച് ചെയ്യാനൊരു കയറി വരാൻ ചില സാധ്യതയുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ലെവൽ അടുത്താണെങ്കിൽ ആ ലെവലിന് മുകളിലോട്ട് ഇട്ടു. നമ്മൾ എൻട്രി എടുക്കുന്നത് 1197, അതിൻ്റെ താഴെ വന്നത് 75, അതായത് 22 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബിർള മണി നിറയെ ഷെയർ ഉണ്ടായിരുന്നു. ബിർള മണി ഇതുണ്ടല്ല, ഇത്രയും കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം മൂവ്മെൻറ്റ് തന്നെ. R1 മുകളിൽ പോയി ഇവിടം വരെ വന്നിട്ടുണ്ട്. അത് ഹൈഡ് ചെയ്യുമ്പോൾ കാണാം. കണ്ടില്ലേ, R1 താഴെ ഇറങ്ങുമ്പോൾ സെല്ല് ചെയ്യുക. 163 എൻട്രി എടുത്താൽ 158, 155, അപ്പോൾ 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ NCC തന്നിട്ടുണ്ട്, തേജസ് നെറ്റ് തന്നിട്ടുണ്ട്, പെന്നാർ ഇൻഡസ്ട്രീസ് തന്നിട്ടുണ്ട്, പിന്നീട് പ്രാജ് ഇൻഡസ്ട്രീസ് ചെറിയ രീതിയിൽ തന്നിട്ടുണ്ട്, IIFL സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, പിന്നെ സൺടെക് എന്ന് പറയുന്ന ഷെയറും ചെറിയ രീതിയിൽ തന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ തന്നെ ചെറിയ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 3-4 രൂപ ആ റേഞ്ചിലോട്ടൊക്കെ. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കിട്ടിയ ചാൻസുകൾ. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയർസ് നോക്കാം. നാളെ നമ്മൾ 17 ഷെയറാണ് എടുത്തേക്കുന്നത്. 17 ഷെയറിൽ ഈ മോത്തിലാൽ ഒസ്വാൾ വരുന്നത് ഇവിടെ 72 എന്ന് പറയുമ്പോൾ ഇത് ബോണസ് കൊടുത്ത 3:1, അതായത് ഒരു ഷെയർ ഉള്ളവർക്ക് 3 ഷെയർ കിട്ടും. അങ്ങനെ ബോണസ് കൊടുത്തതാണ്. ബോണസ് കൊടുത്തതിന് ശേഷം ഇത് ആക്ച്വലി 10% അപ്പിലാണ്. ഈ ഷെയർ 10% അപ്പിലാണ്. അപ്പം നാളെ ഈ ഷെയർ ചിലപ്പം ഇച്ചിരി ഹൈയിലോട്ടോ ഹൈയിൽ പോയി നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, നമുക്ക് ഈ ലെവൽ വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ R1 വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ
ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് മുകളിൽ ഈ ഷെയർ ഇറങ്ങി കയറി ഇപ്പം 670 അല്ലെങ്കിൽ 75 80 പോട്ടെ പോയിട്ട് ഈ 668 താഴോട്ട് ഇറങ്ങിയാൽ ഈ ഷെയർ ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഈ ലോ അടിച്ച് താഴെ കളയും ഈ ഷെയർ. അങ്ങനെ ശ്രദ്ധിക്കണം. അത് പക്ഷേങ്കിൽ ലോ അടിച്ച് കളയെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു 10 രൂപ 15 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ വെച്ചോണ്ടിരിക്കണം. ലോ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ അന്നേരത്തെ മൂവ്മെൻറ്റിനനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. പിന്നീട് നമുക്ക് നല്ല ചാൻസ് തരാൻ സാധ്യതയുള്ള ഷെയറുകൾ ഈ NIACL ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 ഒരുമിച്ച് ഇത് രണ്ടും വന്നിട്ട് ഇത് രണ്ടിൻ്റെ താഴെ ഇറങ്ങിയാൽ, അതായത് 250 താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് തരാൻ സാധ്യത കൂടുതലാണ്. ബാക്കി ഷെയറുകൾ സാഗർ സിമൻറ്റ്, ഫാക്റ്റ് ശ്രദ്ധിക്കുക. ഫാക്റ്റ് എനിക്ക് തോന്നുന്നു ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല മൊത്തത്തിൽ മാർക്കറ്റ് വീക്കാണെങ്കിൽ ചിലപ്പോൾ അധികം കയറത്തില്ല. ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് R1 R2 ഏത് ലെവലാണെങ്കിലും 5% മുകളിലൊരു ഒരു ലെവലാണ്. ഇപ്പം ഇത് 5% മുകളിലാണ് ഇതിൻ്റെ R1. ഇത് FACTയുടെ ഇത് കറക്റ്റ് 5% ആണ്. 802 ക്ലോസിങ് വരുന്നത്, 841 പറയുമ്പോൾ 85 40. അപ്പോൾ 5% മുകളിലാണ്. ഈ ലെവലിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു 2% 3% ഈസി ആയിട്ട് ഇറങ്ങി കിട്ടും ഷെയർ. 2% ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് വേണം ചെയ്യാം. അതല്ലേ പിന്നെ തലേ ദിവസം എൻ്റെ മൂവ്മെൻ്റ് അതുപോലെ ഇതായിരിക്കണം, എന്താണ്, വീക്കായിരിക്കണം. ഈ MK എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. MK നാളെ ഈ 200 മുകളിൽ പോയിട്ട് ഈ 199 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഈ ഷെയറിനകത്ത്. അതുപോലെ അഗർവാൾ ഇൻഡസ്ട്രീസ് നോക്കുക. അതും ഞാൻ പറയുന്ന പോലെ ഈ ഏകദേശം 5% മുകളിൽ R1 വരുമ്പോഴത്തേന് 5% മുകളിലാകും. ഈ റേഞ്ച് ഓപ്പണിങ് പെട്ടെന്ന് മൂവ്മെൻറ്റ് വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുത്താൽ നല്ല ചാൻസ് കിട്ടും. അതുപോലെ ഗുഫിക് ബയോ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നാളെ ഈ 400 മുകളിൽ പോയി ഇറങ്ങാനാണ് ചാൻസ് കൊടുക്കും. 400 മുകളിൽ പോയി ഇറങ്ങുകയാണെങ്കിൽ 396 താഴെ പോയി ഇറങ്ങുമ്പോൾ ചാൻസ് എടുക്കുക. അതല്ല മാർക്കറ്റ് വീക്കാണ് മൊത്തത്തിൽ എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കുക. ലിഖിതയും പിന്നെ 426 450 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. ഹെവി വോളിയം ഉണ്ട് ഈ ഷെയറിനകത്ത്. അപ്പം ഈ ലെവൽ നമുക്ക് എന്തായാലും ഈ നമ്മൾ പറയുന്ന ഓരോ ലെവലുകൾ ഏത് ലെവൽ വന്നിട്ട് ഇറങ്ങിയാലും നമ്മൾ ചാൻസ് എടുക്കുക. പിന്നെ ലൈവ് മാർക്കറ്റിൽ നമുക്കറിയത്തുള്ള ഷെയറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഹെവി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണോ അതോ ഒരു താളത്തിലുള്ള മൂവ്മെൻ്റ് ആണോ, അതായത് റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള മൂവ്മെൻ്റുള്ള ഷെയറുകളുണ്ട്. ഒരു ലെവലുകൾ വന്നു സാധാരണ പോകുന്നതിന് പതുക്കെ ഇറങ്ങി വരും. ചിലത് അങ്ങനെയല്ല, ചിലത് ലെവൽ വരും, തിരിച്ചിറങ്ങും, വീണ്ടും തിരിച്ച് ലെവലിൽ കയറും. അങ്ങനെ 1-2 പ്രാവശ്യം കയറി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളതിനകത്ത് സൂക്ഷിച്ചിട്ട് എടുക്കാം. നോർമൽ നമ്മൾ തരുന്നതിനകത്തൊരു 6-7 ഷെയർ നല്ല രീതി കറക്റ്റ് ലെവൽ വരും, ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഷെയറുകൾ കിട്ടും. അതിനകത്ത് ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ചില ഷെയർ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഷെയർ പിന്നെ ഇനി കയറത്തില്ല. അതിൻ്റെ മൂവ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം ചെയ്യാൻ പറ്റും, നമ്മൾ ഒരു ട്രേഡ് ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അതിന് ശേഷം ആവറേജായി കിട്ടുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും ഷെയർ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളത്തേനുള്ള ഷെയർസ് നോക്കുക. എൻ്റെ കണക്കൂട്ടിൽ മാർക്കറ്റ് വീക്കാകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. എത്ര വീക്കാണെങ്കിലും എത്ര പ്ലസിലാണെങ്കിലും നമുക്ക് നമ്മുടെ രീതി ചാൻസ് കിട്ടിയാൽ അന്നേരം എൻട്രി എടുക്കുക, പ്രോഫിറ്റ് കിട്ടും. നമ്മൾ മാർക്കറ്റ് 800 പോയിൻറ്റ് പ്ലസിൽ പോയപ്പോഴും 2000 പോയിൻറ്റ് മൈനസിൽ പോയപ്പോഴും എല്ലാം നമുക്ക് നല്ല സൂപ്പറായിട്ട് ചാൻസ് തന്നിട്ടുണ്ട് ഷെയറുകളെല്ലാം. അപ്പോഴെല്ലാം നമ്മൾ എൻട്രി എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.